നീ വരുന്നുണ്ടോ? എനിക്ക് സമയം വൈകിട്ടോ. ഡി ഒരു 10 മിനിറ്റ്. എനിക്ക് സാരി ഉടുക്കുന്നതിനേക്കാൾ സമയം വേണം നിനക്ക് ആ പാൻറ് ടോപ്പിടാൻ. എൻ്റെ മോളെ, നിന്നെ പോലെ കണ്ണിൽ ഒരു കന്മഷും ഒരു പൊട്ടും മാത്രം ഇട്ട് പോവാൻ എന്നെ കിട്ടില്ല. എൻ്റെ മുഖത്തെ ചൊറിയും പാണ്ടും എല്ലാം എനിക്ക് മറക്കണം. ഓ, മറച്ചിടത്തോളം മതി. ഇന്നും ലേറ്റായാലുണ്ടല്ലോ രാജീവ് സാർ വഴക്ക് പറയും. അത് റോഡ് ട്രാഫിക് ബ്ലോക്ക് കാരണമല്ലേ? കൊച്ചിയിലെ തിരക്ക് എന്താ അയാൾക്കറിയില്ലേ? ഗായത്രി ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിയതും ആനി വാതിൽ പൂട്ടി അവളുടെ കൂടെ ഇറങ്ങി. രണ്ടുപേരും കൊച്ചിയിൽ ഉള്ള ഒരു വലിയ കമ്പനിയിൽ മാർക്കറ്റിംഗ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നു. അവരുടെ ബോസാണ് രാജീവ്. ഗായത്രിയേക്കാൾ കുറച്ച് ഉയർന്ന ജോലിയാണ് ആനിക്ക്. ഓഫീസിലെത്തിയതും ഗായത്രിയുടെ സീറ്റിൽ പോയിരുന്നു. ആനിക്ക് പ്രത്യേക ക്യാബിനുണ്ട്. അന്ന് മുഴുവൻ രണ്ടുപേരും ജോലിയിൽ തന്നെ ആയിരുന്നു. തിങ്കളായതുകൊണ്ട് വർക്ക് കൂടും. വൈകുന്നേരം രണ്ടുപേരും കൂടെ ഇറങ്ങി. ആനിയുടെ സ്കൂട്ടിലാണ് അവരുടെ യാത്ര. അവർ ഓരോന്ന് സംസാരിച്ച് പോകുമ്പോഴാണ് ട്രാഫിക് ആയത്. വണ്ടി നിർത്തി ഗായത്രി ചുറ്റും നോക്കുമ്പോഴാണ് ഒരു കാറിൽ നിന്നും രണ്ടുപേര് അവളെ തന്നെ നോക്കുന്നത് കണ്ടത്. അവരുടെ ചൂഴ്ന്നുള്ള നോട്ടം സഹിക്കാൻ കഴിയാതെ അവൾ അവരിൽ നിന്ന് നോട്ടം മാറ്റിയിരുന്നു. ബ്ലോക്ക് മാറി വണ്ടി എടുത്തു പോകുമ്പോൾ ഗായത്രി അവരെ വീണ്ടും നോക്കി. അവരുടെ നോട്ടം തന്നിൽ തന്നെയാണെന്ന് മനസ്സിലാക്കി ഗായത്രി വേഗം നോട്ടം പിൻവലിച്ചു. ഫ്ലാറ്റിലെത്തിയിട്ടും ഗായത്രി അവരെ തന്നെ ഓർക്കുകയായിരുന്നു. അവരുടെ നോട്ടം, അതിൽ എന്തോ ഉണ്ട്. പേടി തോന്നിയ ഗായത്രി ആ വിഷയം ആനിയോട് പറഞ്ഞു. എൻ്റെ കൊച്ചേ, നിന്നെപ്പോലെ ഒരു പെണ്ണിനെ ഈ കൊച്ചിയിൽ കാണാൻ കിട്ടുമോടി? അതുകൊണ്ട് നോക്കിയതാവും. അല്ല ആനി, അവരെന്നെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നു. എന്തിനാ നിന്നെ ഫോളോ ചെയ്യുന്നത്? അറിയില്ല. ഇനി എങ്ങാനും അജുവേട്ടൻ്റെ ആരെങ്കിലും. പിന്നെ ഒന്ന് പോടി. അവൻ വേറെ പെണ്ണ് കെട്ടി സുഖമായി കഴിയുന്നുണ്ടാവും. നിന്നെ നോക്കിയേ നടക്കുവല്ലേ? അത് കേട്ടതും ഗായത്രിയുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞു. ആനി കാണാതിരിക്കാൻ അവൾ മനഃപൂർവ്വം തിരിഞ്ഞു നിന്നു. ഒരിക്കലും അങ്ങനൊരു വാർത്ത കേൾക്കരുതേ എന്നാണ് പ്രാർത്ഥന. ഈ താലി അല്ലാതെ മറ്റൊരു താലി മറ്റൊരാളുടെ നെഞ്ചിൽ കാണരുത്. ഉള്ളിൽ വെറുപ്പും ദേഷ്യവും മാത്രം ഉള്ളുവെങ്കിലും എന്തോ അത് സഹിക്കാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതൽ ഹൃദയത്തിൽ കൊണ്ടു നടന്നത് കൊണ്ടാവും. ഷവറിന് താഴെ നിൽക്കുമ്പോഴും ഗായത്രിയുടെ ഉള്ളിൽ നീറുകയായിരുന്നു. ഒരു വെള്ളത്തിനും അണക്കാൻ കഴിയാത്ത അഗ്നി തൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കുളിക്കുന്നതിനിടയിൽ അവളുടെ കൈ വയറിലുള്ള പാടിലേക്ക് പോയി. പല്ലുകൾ കൊണ്ട് മുറിഞ്ഞ പാടുകൾ. അതിലൂടെ വിരൽ ഓടുമ്പോൾ ആ രാത്രിയുടെ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് തികട്ടി വന്നു. അതിൽ അവൻ്റെ മുഖം തെളിഞ്ഞതും അവൾ വെറുപ്പോടെ മുഖം കുടഞ്ഞു. പിന്നെ വേഗം കുളിച്ച് ഇറങ്ങി. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ വായ അടക്കാതെ സംസാരിക്കുന്ന ഗായത്രി മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് ആനി അവളെ തട്ടി വിളിച്ചു. നീ ഇപ്പോഴും അവന്മാരെ കുറിച്ച് ആലോചിക്കുവാണോ? ഏയ് അല്ല. എടി, ഇനി അവർ അജുവിൻ്റെ ആളുകളാണെങ്കിൽ തന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അവന് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാലും ആ മുഖം ഒരിക്കലും കാണരുത് എന്നാണ് ആഗ്രഹം. കണ്ടാൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. എന്താ, വീണ്ടും പ്രണയം തോന്നും എന്ന് പേടിയുണ്ടോ? പ്രണയം? ഗായത്രി പുച്ഛത്തോടെ ചിരിച്ചു. അതിൽ ഒളിപ്പിച്ചവളുടെ സങ്കടം ആനി കണ്ടിരുന്നു. ഇനി കണ്ടാൽ ചിലപ്പോൾ ഞാൻ എന്നോട് ചെയ്തതെല്ലാം കണക്ക് ചോദിക്കും. ഒരിക്കലും കാണരുതേ എന്നാണ് ആഗ്രഹം. എൻ്റെ ഗായു, അവൻ വന്നാൽ നമ്മുടെ ഹരിയേട്ടനില്ലടി. പിന്നെ എന്താ? അതാണ് ഒരു സമാധാനം. പക്ഷെ എന്നാലും അർജുൻ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. സൂക്ഷിക്കണം. ഗായത്രി കിടക്കുമ്പോൾ എല്ലാം ഹരിയെക്കുറിച്ചായിരുന്നു ആലോചിച്ചത്. തന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന് ഒരു ജീവിതം ഉണ്ടാക്കി തന്നു. സ്വന്തം കൂടപ്പിറപ്പായിരുന്നു അവൾക്ക് ഹരി. അവനും അവൻ്റെ കുഞ്ഞു അനിയത്തി. ഹരി ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത്. നാട്ടിൽ വരുമ്പോഴെല്ലാം ആദ്യം ഓടിയെത്തുക ഗായത്രിയുടെ അടുത്താണ്. അവളുടെ കൂടെ ഒരു ദിവസം നിൽക്കും. പിന്നെ നാട്ടിൽ പോവും. കുറച്ച് ദിവസം എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചില്ലേ എന്നോർത്തുകൊണ്ട് ഗായത്രി പുറത്തേക്ക് വീണു. കാളിമ്പിൽ അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് വിനു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. രാത്രി ഏറെ വൈകിക്കൊണ്ട് ആരാമെന്ന് പിറപ്പുറത്തുകൊണ്ട് വിനു വാതിൽ തുറന്നു. പുറത്ത് നിൽക്കുന്ന സുധിയെ കണ്ടു. അവൻ ചിരിച്ചു. എന്താടാ ഈ നേരത്ത്? അവൻ മുറിയിൽ തന്നെ ഇല്ലേ? അല്ലാതെ എവിടെ പോവാൻ? കുറച്ചു മുന്നേ ഒരു അംഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭാഗ്യത്തിന് അപ്പോൾ ജോൺ ഉണ്ടായിരുന്നു. ഒന്ന് മൂളിക്കൊണ്ട് സുധി ആ മുറി ലക്ഷ്യം വെച്ച് നടന്നു. വാതിലിനോട് അടുക്കും തോറും മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും രൂക്ഷഗന്ധം അവൻ്റെ നാസികൾ തുളച്ചു കയറി. പുറത്തേക്ക് ലോക്ക് ചെയ്ത വാതിൽ അവൻ പതിയെ തുറന്നു. ഇരുട്ട് നിറഞ്ഞ മുറിയിൽ അവൻ കൈ എത്തിച്ചുകൊണ്ട് ലൈറ്റിട്ടു. അലസമായി കിടക്കുന്ന മുറിയിൽ ബെഡിൽ തന്നെ 5-6 മദ്യപ്പ് കുപ്പികൾ, സിഗരറ്റ് പാക്കറ്റ് എല്ലാം ചിതറിക്കിടക്കുന്നു. ഷെൽഫിൽ എല്ലാം മദ്യം സ്ഥാനം പിടിച്ചിരിക്കുന്നു. പ്രതീക്ഷിച്ചത് കാണാത്തതുപോലെ സുധി മുറിയിൽ ചുറ്റും കണ്ണോടിച്ചു. ബാൽക്കണിയിൽ നിന്ന് വമിക്കുന്ന സിഗരറ്റ് ധാരൻ എന്ന് സുധി അങ്ങോട്ട് ചെന്നു. ബാൽക്കണിയുടെ നിലത്തിരുന്നു ആകാശത്തിലേക്ക് നോക്കി സിഗരറ്റ് വലിച്ച് ഊതിവിടുന്ന അർജുനെ കണ്ടതും സുധിയുടെ മുഖത്തെ പ്രകാശം കെട്ടു. സുധി കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നു. പിന്നെ അവൻ്റെ അടുത്തിരുന്നു. സുധിയുടെ വരവ് അറിഞ്ഞിട്ടും അർജുൻ അവൻ്റെ പ്രവർത്തികൾ തുടർന്നു. സുധിയെ ഒന്ന്
നോക്കിയത് പോലുമില്ല. അജു മറുപടി പ്രതീക്ഷിക്കാറില്ല. ഇപ്പൊ അവൻ സംസാരമില്ലെന്ന് ഓർത്ത് ശ്രുതി വീണ്ടും തുടർന്നു. ഡാ, നിന്നെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ നിന്നെ കുറ്റപ്പെടുത്താനോ വന്നതല്ല ഞാൻ. ഒരു കാര്യം പറയാനാണ്. സുധയുടെ വാക്കുകൾ ഒന്നും കേൾക്കാത്തത് പോലെ അർജുൻ മറ്റൊരു ലോകത്തായിരുന്നു. ശ്രുതി കുറച്ചുകൂടെ അവൻ്റെ അടുത്തേക്കായിരുന്നു. നമുക്കവളെ കണ്ടുപിടിക്കാം, പക്ഷെ നീ കൂടെ മനസ്സ് വെക്കണം. അപ്പോഴും അർജുനിൽ പ്രത്യേക മാറ്റം ഒന്നും ഉണ്ടായില്ല. നമ്മൾ അവളെ എവിടെയെല്ലാം തിരഞ്ഞു. ഇപ്പോഴും നമ്മുടെ ആളുകൾ തിരയുന്നു, പക്ഷെ കാണുന്നില്ല. ഇനി കണ്ടുപിടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഹരി. ഇരയെ കിട്ടിയ വേട്ടക്കാരനെ പോലെ അർജുൻ തിരിഞ്ഞു ശ്രുതിയെ നോക്കി. ശ്രുതി അവനോട് അതെ എന്ന രീതിയിൽ തലയാട്ടി. അവളെ ഹെൽപ്പ് ചെയ്തതും ഇപ്പോൾ അവൾ ഉള്ളതും അവൻ്റെ അറിവിലാണ്. അവനറിയാം അവൾ എവിടെ ഉണ്ടെന്ന്. അത് കേട്ടതും അർജുൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൻ്റെ അടുത്തിരുന്ന് മദ്യക്കുപ്പി ചുമരിലേക്ക് വലിച്ചെറിഞ്ഞു. ശ്രുതി അവനെ തടയാൻ നോക്കിയെങ്കിലും എല്ലാം വിഫലമായി. അർജുൻ കോപത്തോടെ എഴുന്നേറ്റ് റൂമിൽ പോയി. ശ്രുതി അവൻ്റെ പുറകിലായി. മുറിയിലെത്തുമ്പോൾ ഒരു ചെറിഞ്ചെടുത്ത് കയ്യിൽ കൊത്തുന്ന അർജുനെ ആണ് കണ്ടത്. ആ കാഴ്ച കണ്ടു ഞെട്ടി ശ്രുതി അർജുനെ തടഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ആ ദ്രാഗം അവൻ്റെ ശിരസിലേക്കും നാടുകളിലേക്കും വ്യാപിച്ചിരുന്നു. ഇതൊക്കെ എപ്പോ തുടങ്ങി നീ? എനിക്ക് അവളെ മറക്കണം, അതിനിതൊക്കെ വഴിയേ ഉള്ളൂ എന്നാ കരുതിയത്. പക്ഷെ ഇത് തലയിൽ നിറഞ്ഞു വരുമ്പോഴും കണ്ണിൽ അവളാണടാ. ഇപ്പോൾ ഈ മുറിയിൽ അവളും ഞാനും മാത്രം. നീ ഇവിടെ ഉണ്ടെങ്കിൽ അവൾ വരില്ല. ഏതോ ലോകത്തിലെന്ന പോലെ സംസാരിക്കുന്ന അർജുനെ കണ്ടു ശ്രുതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവനെ പിടിക്കാൻ നോക്കിയെങ്കിലും ശ്രുതി അർജുൻ തട്ടി മാറ്റി. എൻ്റെ ഗായത്രി ഇപ്പോൾ വരും. ഡാ, എനിക്ക് അവളോടുള്ള കുറേ സംസാരിക്കാനുണ്ട്. മാനസിക നില തെറ്റിയതുപോലെ സംസാരിക്കുന്ന അർജുനെ കണ്ട ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ കഴിയാതെ ശ്രുതി മുറിയിൽ നിന്നും ഇറങ്ങി. പുറത്തിരിക്കുന്ന വിനുവിനെ കണ്ടതും അവൻ കണ്ണുകൾ തുടച്ചു. എവിടുന്നാണടാ ഇവൻ ഇതൊക്കെ കിട്ടുന്നേ? ജോൺ കൊണ്ടുവരും. ഇല്ലാതെ പറ്റില്ലടാ. അല്ലെങ്കിൽ ഇവിടെ. വിനു തല താഴ്ത്തി. വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കാതെ ശ്രുതി വാതിൽ ലക്ഷ്യം നടന്നു. വാതിൽ തുറന്നതും വിനുവിനെ നോക്കി. നമ്മുടെ പഴയ അജുവിനെ നമുക്ക് തിരിച്ചു കിട്ടും. അതിനുവേണ്ടി അവളെ ഞാൻ ഇവിടെ കൊണ്ടുവരും. എൻ്റെ ലക്ഷ്യം അതാണ്. നിറഞ്ഞു പൊന്തിയ കോപത്തോടെ ശ്രുതി വാതിൽ അടച്ചുപോയി. വിനു കുറച്ചു നേരം അവിടെ നിന്ന് അർജുൻ്റെ മുറി ലോക്ക് ചെയ്തു. അവനും കിടക്കാൻ പോയി. ഗായത്രി, നിനക്ക് എന്നോട് പിണക്കമാണോടി? അജുവേട്ടൻ നിന്നോട് അങ്ങനെയൊക്കെ ചെയ്തതിന്? നിന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഈ ഭ്രാന്ത് മാറുണ്ടേ. നീ എവിടെയാണ്? എൻ്റെ കൈവളയിൽ നിന്നും അല്ലേ നീ പോയത്? വിട്ടുകളഞ്ഞില്ല ഞാൻ. മോളെ, നിനക്ക് എന്നെ വേണ്ടേ? നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും ഈ ജീവിതം വേണ്ട. ഒരു വട്ടം നിന്നെ കണ്ടിട്ട് പോവണം. ചെയ്തതെല്ലാം പറഞ്ഞ് നിന്നോട് മാപ്പ് ചോദിക്കണം. എനിക്ക് പ്ലീസ് ഡേ, ഒന്ന് വായോ എൻ്റെ അടുത്ത്. കിടക്കയിൽ കിടന്ന് ഓരോന്ന് പറയുന്ന അർജുൻ അടുത്ത് കിടക്കുന്ന തലയിണ പുണർന്നായിരുന്നു സംസാരിക്കുന്നത്. കുറേ നേരം എന്തൊക്കെയോ പറഞ്ഞു കിടക്കുന്ന ഭാവം മാറ്റാൻ മിനിറ്റുകൾ മതിയായിരുന്നു. കയ്യിൽ നിന്നും തലയിണ വലിച്ചെറിഞ്ഞുകൊണ്ട് അർജുൻ എഴുന്നേറ്റു. ഡി, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും. അന്ന് നീ ജീവനോടെ പോവില്ല. എന്നെ ഒറ്റക്കാക്കി പോകാൻ മാത്രം. അവൻ ആരാ നിന്റെ? എനിക്കറിയണം ഗായത്രി. ഞാൻ വരും നിന്നെ തേടി. നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് എനിക്കറിയാം. വരും ഞാൻ. നിന്നെ സ്നേഹിക്കാനും വേദനിപ്പിക്കാനും ഉള്ള അവകാശം എനിക്ക് മാത്രമാണ്. എൻ്റെ ഭാര്യയാണ് നീ ഗായത്രി. അർജുൻ മാധവ്. ഞാൻ വരും ഗായത്രി നിന്റെ മുന്നിൽ. അലർച്ചയോടെ ഗായത്രി എന്ന് വിളിച്ചുകൊണ്ട് അർജുൻ ബെഡിൽ വീണു. കണ്ണുകൾ തുറക്കുമ്പോൾ മുന്നിൽ ചിരിക്കുന്ന ഗായത്രിയുടെ മുഖം കണ്ടതും അവൻ പതിയെ ചിരിച്ചു. ഐ ലവ് യു ഗായത്രി. ലവ് യു സോ മച്ച്. ഐ ആം മാഡ് വിത്ത് ലവ് യു. കണ്ണിൽ ക്ഷീണം നിറഞ്ഞതും അത് അടഞ്ഞു. അപ്പോഴും അവൻ്റെ കണ്ണിൽ ഗായത്രിയായിരുന്നു. എന്തൊരു പരവേശം തോന്നിയാണ് ഗായത്രി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. ഉണർന്നിരുന്നവൾ വേഗം വെള്ളം എടുത്തു കുടിച്ചു. അതെ, വീണ്ടും ആ മുഖം തെളിഞ്ഞു കണ്ടു. അവൾ വേഗം തന്നെ ആനയുടെ അടുത്ത് പോയി കിടന്നു. രാവിലെ തന്നെ ഹരിയുടെ കാളാണ് ഗായത്രിയെ ഉണർത്തിയത്. റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഗായത്രി എഴുന്നേറ്റ് അവളുടെ മുറിയിൽ പോയി. ഹരിയുടെ നമ്പർ കണ്ടതും ഗായത്രി സന്തോഷത്തോടെ എടുത്തു. ഹരിയേട്ടാ. ആ മോളെ എഴുന്നേറ്റില്ലേ? ആ, ഇപ്പോൾ ഹരിയേട്ടനെ വിളിച്ചപ്പോൾ. ഇത് നീ രാവിലെ നേരത്തെ എഴുന്നേൽക്കും എന്നറിയുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. പിന്നെ ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ വരും. ആണോ? എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസം ലീവാണ്. ശരി ഏട്ടാ, എത്തിയിട്ട് വിളിക്കും. ഞാനും ആനിയും വരാം. വേണ്ട, ഞാൻ ഫ്ലാറ്റിൽ വരാം. അപ്പോൾ ശരി ഏട്ടാ. ഗായത്രിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവൾ അപ്പോൾ തന്നെ ആനിയെ കൊത്തിപ്പൊക്കി ഹരി വരുന്ന കാര്യം പറഞ്ഞു. പിന്നെ രണ്ടുപേരും എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ റെഡിയായി. ഓഫീസിലെത്തുമ്പോൾ ഗായത്രി കണ്ടു. തലേന്ന് അവളുടെ കണ്ട ആ രണ്ടു പേർ ഓഫീസിന് വെളിയിൽ നിൽക്കുന്നത്. അവരെ കണ്ടതും ഗായത്രി വേഗം തന്നെ അടുത്ത് കിടന്ന കാറിൻ്റെ മറവിലേക്ക് നിന്നു. അവർ പോയെന്ന് നോക്കാൻ വേണ്ടി ഒന്നെത്തി നോക്കിയതും
അവൾക്ക് മുന്നിൽ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നത്. അപ്പം അവനെയാണ് അവൾ കണ്ടത്.